ഞാൻ മരിക്കും എന്ന് വിധി എഴുതുന്ന കുറച്ച് പേര് എനിക്ക് ചുറ്റുമുണ്ട്. അവരുമായിട്ട് കൂടിച്ചേർന്നാണ് നീക്കങ്ങൾ. അത് ഞാൻ ഇന്ന് രാവിലെയാണ് അറിഞ്ഞത്. എന്നെ വളരെയധികം വിഷമിപ്പിച്ചു. എന്താ രാമേന്ദ്ര പ്രശ്നം? രേണുസുതി എങ്ങനെയാണ് ഫേമസ് ആയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ലാസ്റ്റ് ഒരു 2-2.5 കൊല്ലത്തെ കാര്യങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പുള്ളിക്കാരത്തി കോൺട്രവേഴ്സീസ് ഉണ്ടാക്കാത്ത ഒരു ദിവസം പോലും ഇല്ല. വയസ്സുകാലത്ത് ഓരോരുത്തന്മാരുടെ ഓരോ പൂതികളെ എനിക്കതല്ല തലക്കോളം കിറക്കഞ്ഞ മനുഷ്യന്മാർ ഇങ്ങനെ കാണിച്ചു. നെഗറ്റിവിറ്റി മാത്രം സ്പ്രെഡ് ചെയ്ത് പ്രശസ്തിയിലെത്തിയ ഒരു വ്യക്തി, അതാണ് രേണു. എടാ, മനുഷ്യനായ സാമാന്യ ബോധം വേണം. ഇവർക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞ സമയത്ത് എല്ലാവർക്കും, ഒരുപ്പെട്ട എല്ലാവർക്കും ഒരു സഹതാപവും ഒരു സ്നേഹവും ഇവരോട് തോന്നി എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. ഇതേ സഹതാപവും സ്നേഹവും തോന്നിയ ആളുകളെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്ന രീതിയിലാണ് രേണുവിന്റെ പ്രവർത്തികൾ. വയസ്സാം കാലത്ത് വല്ലാത്ത കഴപ്പാണല്ലേ, തീർത്തു തരാം. ഇവർ ഈ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോഴും കോണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, കോണ്ടന്റിന് വേണ്ടിയിട്ട് കോൺട്രവേഴ്സീസ് ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. രേണുവിന്റെ പക്ഷം പിടിച്ച് സംസാരിക്കാൻ വേണ്ടി കുറെ ആളുകൾ, കിച്ചുവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ വേണ്ടി കുറെ ആളുകൾ. ഇത് കാണുന്ന ജനങ്ങളെടുത്ത്, എന്റെ ഓഡിയൻസിനടുത്ത് ഞാൻ സംസാരിക്കുകയാണ്, പറയുകയാണ്, ഒരൊറ്റ കുഞ്ഞുങ്ങളെ പോലും വിശ്വസിക്കരുത്. ഈ 2 ടീമും ഉഡായിപ്പുകളാണ്. നിലവിൽ ഇപ്പോൾ കിച്ചു ആൻഡ് രേണു ഒരു കോൾഡ് വാറാണ് ഇവരുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തമ്മിലിനകത്ത് ക്യാൻസർ 4th സ്റ്റേജ് ബാധിതയായ ഞാൻ മരിച്ചാൽ എന്റെ മകൻ ഋതുൽ ദാസ് ഋതപ്പന്റെ പൂർണ്ണാവകാശം തങ്കച്ചൻ PG, കുഞ്ഞുജമ്മ തങ്കച്ചൻ, രമ്യ ലിബു. നിനക്കിതെങ്ങനെ സാധിക്കുന്നതാവോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, പക്ഷെ നിന്റെ അപ്പൻ ഇതെങ്ങനെ സാധിച്ചെടുത്തടാ? കോടതി എന്നു മുതലാണ് തമ്മിൽ നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ തുടങ്ങിയെന്ന് എനിക്കറിയില്ല. വിവരമില്ലായ്മയാവാം. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമായത്, എന്റെ കുഞ്ഞ് ഋതപ്പൻ ഇനി എന്നിൽ നിന്ന് അവനെ അവകാശം തട്ടിയെടുക്കാൻ നോക്കുന്നുണ്ട്. അത് ഞാൻ അറിഞ്ഞു. അപ്പൊ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഞാൻ മരിക്കും എന്ന് വിധി എഴുതുന്ന കുറച്ച് പേര് എനിക്ക് ചുറ്റുമുണ്ട്. അവരുമായിട്ട് കൂടിച്ചേർന്നാണ് നീക്കങ്ങൾ. അത് ഞാൻ ഇന്ന് രാവിലെയാണ് അറിഞ്ഞത്. എന്നെ വളരെയധികം വിഷമിപ്പിച്ചു. വിഷമിക്കാതിരിക്കും, ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു. ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. കുഞ്ഞിനെ ഞാൻ എൻ്റെ പപ്പ തങ്കച്ചൻ PG, അതായത് ഋതുൽ ദാസിനെ തങ്കച്ചൻ PG, അല്ലെങ്കിൽ കുഞ്ഞുഞ്ഞമ്മ തങ്കച്ചനോ, അല്ലെങ്കിൽ എൻ്റെ ചേച്ചി രമ്യ ലിബുവിനെയോ, അല്ലെങ്കിൽ ലിബു എൻ്റെ ചേട്ടാപ്പി, ഇവരെ 4 പേരെ അല്ലാതെ ഞാൻ വേറെ ആരെയും ഏൽപ്പിക്കത്തില്ല. നീ എന്ന് മുതലാണ് മദർ തെരേസ ആയത്? ഇങ്ങനെ പോയാൽ നീ സമാധാനത്തിലുള്ള സന്തോഷവും മേടിക്കുന്ന പുല്ല്. സത്യത്തിൽ രേണു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ട ആവശ്യകതയുണ്ടോ? അമ്മ മരണപ്പെടുകയാണെങ്കിൽ, അച്ഛൻ ഇല്ലെങ്കിൽ, ആ കുട്ടിയുടെ അവകാശം ആർക്കാണ് ലഭിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയമപ്രകാരം ആർക്കും സ്വയമേ അവകാശമില്ല. എന്നിട്ട് ഈ കുട്ടിയുടെ ഏറ്റവും നല്ല ഭാവിയും സുരക്ഷയും ആരുടെ കൂടെയാണ് എന്നാണ് കോടതി പരിശോധിക്കുന്നത്. കോടതിക്കൂടെ ബോധ്യപ്പെട്ടാൽ മാത്രമേ രേണു പറയുന്ന വ്യക്തികളുടെ കൂടെ കോടതി വിടൂ. നീ ഒരുങ്ങി തന്നെ ഇറങ്ങിയിരിക്കുകയാണല്ലേ? അല്ലാതെ രേണു പറഞ്ഞതിന്റെ പേരിൽ കോടതി അങ്ങനെ വിട്ടുകിടക്കത്തൊന്നുമില്ല. അങ്ങനെ പടക്കടകുദാഹവ എന്തൊക്കെ മേളായിരുന്നു. ഞാൻ പോകുന്നു. ബൈ ബൈ.